ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ആൻഡ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻ ഓൺ ദം പാർട്ട് 2. ഡെസിമൽ പറഞ്ഞാൽ ദശാംശ സംഖ്യ, അതിലുള്ള ഫണ്ടമെന്റൽ ഓപ്പറേഷൻ പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതാണ് 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്. ആ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഈ ഡെസിമലിൽ വെച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതേപോലെ ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷനിൽ ഈ പറഞ്ഞ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് 4 ചെയ്തിരുന്നു കുറേ മുന്നിൽ കേട്ടോ. ക്വസ്റ്റ്യൻസ് പോലെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഇതും. ഇതിൽ ഏകദേശം 4 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നവോദയ എക്സാമിന്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇത്. അപ്പോൾ ഓരോരോ കാര്യവും മനസ്സിലാക്കി വരിക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഹോംവർക്ക് കൃത്യസമയത്ത് ചെയ്ത് അയക്കുക, ഇതൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. സോ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ ഇന്നലെ അഡീഷൻ ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് സബ്ട്രാക്ഷൻ, ഇനി ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഇനി ഒന്ന് ഡിവിഷൻ. ഈ 4 ഇന്ന് പഠിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ശരി, അഡീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. സോ മോർണിംഗ് ഞാൻ പറഞ്ഞു തന്നല്ലോ ഒരു ക്വസ്റ്റ്യൻ. മോർണിംഗ് ഏതായിരുന്നു? ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സബ്ട്രാക്ഷനിൽ 27.85 മൈനസ് 14.34 ഇതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇത് അഡീഷൻ ചെയ്യണ പോലെ തന്നെ നമ്മൾ പോയിന്റ് ഉള്ള സ്ഥലത്തേക്ക് മാച്ച് ചെയ്ത് എഴുതുക. ഇവിടെ എന്ത് പോയിന്റ് വരുന്നത്? അതിൻ്റെ മുന്നിൽ 14 എന്നുണ്ട്, അത് എഴുതി. പോയിന്റ് ശേഷം 34 എന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. സോ 5 4 മൈനസ് ചെയ്താൽ 1, 8 3 മൈനസ് ചെയ്താൽ 5, 7 4 മൈനസ് ചെയ്താൽ 3, 2 1 മൈനസ് ചെയ്താൽ 1. സോ 13.51 ആണ് ആൻസർ കിട്ടിയത്. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 15 × 12 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരിക? ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയൂ. 15 × 12 പറഞ്ഞാൽ എന്താ വരിക ആൻസർ? $180. ഓക്കെ. ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് വെക്കുന്നു, ഇതിലും ഒരു പോയിന്റ് വെക്കുന്നു. അപ്പം ഞാൻ എന്തായിരിക്കണം ആൻസർ വരേണ്ടത്? നിങ്ങളിപ്പോൾ ദശാംശ സംഖ്യ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. മൾട്ടിപ്ലിക്കേഷൻ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാനല്ല, നിങ്ങളുടെ സ്കൂളിൽ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. സോ മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ പോയിന്റ് ശേഷം എത്ര സംഖ്യ വന്നു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 15 × 12. കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? കാണുന്നുണ്ടല്ലോ അല്ലേ? കിഷാന് കാണുന്നുണ്ട് അല്ലേ? കാണുന്നില്ലേ? അവന്തികയ്ക്ക് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോ ദയ എന്തായിരിക്കും? നെറ്റ് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കോ? അല്ല, ഇപ്പൊ ഓഫ് ആയതാണ്. ഇപ്പൊ ശരിയായോ? ഇല്ല. ഓ, വൈകുന്നേരം ക്ലാസ് എടുക്കുമ്പോ ഇതൊരു പണി കിട്ടുക അല്ലെ, നെറ്റ് പ്രോബ്ലം വരുന്നത്. ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ടല്ലേ, അത് ഒന്ന് മറക്കുക. ഒന്ന് മറന്നിട്ട് കറക്റ്റ് ഇതിനെ ഒരു സംഖ്യയാക്കി എടുക്കുക. അപ്പൊ 15, ഇതിനൊരു സംഖ്യയായിട്ട് എടുക്കുക 12. ഇതിനെ 2നെ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ പെട്ടെന്ന് ഓഫായി ഓണായി വരും. അതെന്തായിരിക്കൂടാ? നെറ്റ് അധികം യൂസ് ചെയ്തിരുന്നോ? വേറെ ആരുടെയെങ്കിലും മൊബൈലിൽ നിന്ന് കയറാൻ പറ്റിയെങ്കിൽ ഒന്ന് കയറി നോക്ക്. നെറ്റ് ഉള്ളത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ. സോ അങ്ങനെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് യൂട്യൂബിൽ ഇടും. അപ്പോൾ ഒന്നുകൂടി കണ്ടു നോക്കട്ടാ. ശരി. സോ 15 × 12 180 ആണെന്ന് ദയ പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണ്, ക്ലിയർ ആണ്. ഇനി നമ്മൾ ഇവിടെ പോയിന്റ് വെച്ചിട്ടില്ലേ, ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കൊണ്ടുവരണ്ടേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? ഇവിടെ 1, ഇവിടെ പോയിന്റ് ശേഷം 1. സോ 2 സ്ഥാനം തള്ളി പോയിന്റ് വെക്കണം. ഇവിടെ 1, ഇത് 2 ഡിജിറ്റ് ആയില്ലേ? എന്നിട്ട് ഇവിടെ പോയിന്റ് വെക്കണം. നമ്മൾ ഡിജിറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ വലത്തെ സൈഡിൽ
നീ വേറെ മൊബൈലിൽ നിന്ന് എന്തെങ്കിലും കയറാൻ നോക്കടാ എന്നാ. ആ ശരി. സോ നമ്മൾ എപ്പോഴും പോയിന്റ് വെക്കുന്ന സമയത്ത് ഈ പറയുന്ന റൈറ്റ് സൈഡിൽ നിന്ന് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പോയിന്റ് വെക്കാൻ. സോ ഇവിടെ 15 എന്ന് പറഞ്ഞത് 1.5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ്, 5 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ്, ഇവിടെ പോയിന്റ് ശേഷം 2 എന്ന് പറഞ്ഞ ഡിജിറ്റ്, അങ്ങനെ 2 ഡിജിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന നമ്പറിൽ വലത്തേ ഭാഗത്തു നിന്ന് കൗണ്ട് ചെയ്ത് വരണം. സോ 1, 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പറയാണ് വേറെ നമ്പർ 10 × 35 350 ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം 10നെ കൊണ്ട് 35നെയോ ഏത് നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്താലും നമുക്ക് ലാസ്റ്റ് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ 45 × 10 എത്രയായിരിക്കും? 45 × 10 എത്രയായിരിക്കും? 50. ജസ്റ്റ് 10നെ ഒരു 10ലുള്ള 0നെ ഇവിടെ ഇട്ട് കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ദയ ഇപ്പോൾ ക്ലിയർ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ ദയ? മ്യൂട്ടാണ് നിന്റെ വോയിസ്. കാണുന്നുണ്ട്. നോക്കൂ ദയ, ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് വെച്ചാൽ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക. എത്ര ഡിജിറ്റ് ഉണ്ട് ഇവിടെ? ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്, 2 ഡിജിറ്റ്. അപ്പൊ നമ്മൾ വലത്തേ ഭാഗത്ത് നിന്ന് കൗണ്ട് ചെയ്ത് വരണം. 1, 2 ഡിജിറ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു പോയിന്റ് വെച്ച് കൊടുക്കുക. അതേപോലെ 4.5 × 1.0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ശേഷം വലത്തേ സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരിക. 1, 2 ഡിജിറ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു പോയിന്റ് വെച്ച് കൊടുക്കുക. ഇനി 33 × 7 എത്ര വരും? 33 × 7 ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ആൻസർ പറയൂ. 33 × 7. 3 × 7 അല്ല, 33 × 7 എന്താണ് ആൻസർ വരിക എന്ന് പറയൂ ആദ്യം. എന്നിട്ട് ഞാൻ പോയിന്റ് വെച്ച് കാണിച്ചു തരാം. 33 × 7 എന്തായിരിക്കും ആൻസർ? പോയിന്റ് ഞാൻ വെച്ചിട്ടില്ല, ജസ്റ്റ് നീ അതിന്റെ ആൻസർ മാത്രം പറയൂ. 231. കാൽക്കുലേറ്ററിൽ നോക്കിയതാണോ? അല്ല, ഇത് സിമ്പിൾ ആയിരുന്നു. ഓക്കെ. സോ into 7. So 3 7s are 21. 3 7s are 21 plus 2 23 വരും. സോ 231 താഴെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി ഞാൻ ഇവിടെ പോയിന്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ 0.7 എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് ആൻസർ എന്ത് വരും? ഒന്നുകൂടി പറയാം, ഒരു മിനിറ്റ്. 33 × 7 എന്ന് പറയുന്നത് 231. 3.3 × 0.7 ആൻസർ എന്തായിരിക്കും? പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് വരുന്നുണ്ട്? 1. ഇവിടെ 1, ഇവിടെ 1 അല്ലേ? അപ്പൊ 2 എണ്ണം ആയില്ലേ? ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്, നമുക്കറിയാം അല്ലേ? ഇവിടെ ഇനി പോയിന്റ് വെച്ച് കൊടുക്കണം. അപ്പൊ വലത്തെ ഭാഗത്ത് നിന്ന് കൗണ്ട് ചെയ്ത് വരും. 1, 2. അപ്പൊ ഇവിടെ പോയിന്റ് വെച്ച് കൊടുക്കാം. കിഷാന് മനസ്സിലായോ? കിഷാൻ അവന്തിക ക്ലിയർ ആണോ? ശരി, ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഡിവിഷൻ. ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 625 ഡിവൈഡഡ് ബൈ 5, ഇതിന്റെ ആൻസർ എന്താ വരിക പറയൂ? 625 ഡിവൈഡഡ് ബൈ 5. 625നെ 5 കൊണ്ട് ഹരിക്കുക. എത്ര വരുന്നു പറയൂ? 125. യെസ്, കറക്റ്റ്, 125. 6ൽ ഒരു തവണ 5 ഉണ്ട്, മൈനസ് ചെയ്താൽ 1 വരും. പിന്നെ 25 ഉണ്ട്, അല്ല സോറി, 12ല് 5 വന്ന് 2 തവണ ഉണ്ട്. ഈ 2 കിട്ടണില്ല. എന്തിടാ ചെയ്യാൻ കിട്ടണില്ല? നിനക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയില്ലേ? ഹരിക്കാൻ അറിയില്ലേ? കൊറേ ഒന്നും അറിയില്ല.
അതെയോ? ഇപ്പൊ ഇത്ര തന്നെ 625നെ 5 കൊണ്ട് ഹരിക്കണം ട്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് സംഖ്യ എടുക്കുക. ഈ സംഖ്യ എപ്പോഴും ഇവിടെ വരുന്നത് ഇവിടെ തരുന്ന നമ്പറിനേക്കാളും കൂടുതലാണെങ്കിൽ ഒരു സംഖ്യ മാത്രം എടുത്താൽ മതി. ഒരു 6ന് മാത്രം എടുത്താൽ മതി ട്ടാ. ഇവിടെ 6ന് പകരം ഇപ്പൊ 5 4 എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4ല് 5 ഇല്ലല്ലോ. അപ്പൊ നമ്മൾ 2 സംഖ്യ എടുക്കേണ്ടി വരും. ഇപ്പൊ 6ല് 5 എത്ര തവണയുണ്ട് പറയൂ? 6ല് 5 എത്ര തവണയുണ്ട്? ഒരു തവണ. ഒരു 5 5. പിന്നെ ഇതിനെ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ 6ന്ന് 5 പോയാൽ എത്ര വരും? 1. 1 വരും. ഈ 1ല് 5 ഉണ്ടാ? ഇനി 1ല് 5 ഉണ്ടാ? ഇല്ല. അപ്പൊ ഈ 2നെ താഴേക്ക് ഇറക്കണം. ഇല്ല ഇല്ല ഇല്ല, 1ല് 5 ഇല്ല കേട്ടാ. 1ല് എങ്ങനെ 5 ഉള്ള ഒരു ഡാഷ് ഇട്ടിട്ട് ഇതിൽ 5 എത്ര തവണ ഉണ്ടെന്ന് ചോദിച്ചാൽ നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അടുത്തത് അപ്പൊ 1ല് 5 ഇല്ല. അപ്പൊ നീ ഈ 2നെ എടുത്ത് താഴേക്ക് ഇറക്കി ഇടണം. ഇപ്പൊ 12 ആയി. 12ല് എത്ര 5 ഉണ്ടാവും? അപ്പൊ 5ന്റെ ടേബിൾ പറഞ്ഞു നോക്കുക. 5 5, 5 10, 5 15. അപ്പോൾ 15 എന്ന് പറഞ്ഞത് 12നേക്കാളും വലുത്. അപ്പൊ ഇത് എടുക്കാൻ പാടില്ല. 10 എടുക്കാൻ പാടുള്ളൂ. 10. 12ല് 5 2 തവണയേ ഉള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് 12ന്ന് 10 പോയി കഴിഞ്ഞാൽ എത്ര ബാലൻസ് വരിക? 2. ഇനി ഈ 2ല് 5 ഉണ്ടാവില്ലല്ലോ. ഇനി ഈ 5 എടുത്ത് താഴേക്ക് കൊണ്ടുവരാം. 25ല് 5 എത്ര തവണയുണ്ട്? 5 തവണ. 5 25 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര വരും? 0. ഇവിടെ ഇതിന്റെ പേരാണ് കോഷ്യന്റ്. ഇതിന്റെ പേര് ഡിവൈസർ. ഇതിന്റെ പേര് ഡിവിഡൻഡ്. ഡിവിഡൻഡ്. ഇങ്ങനെയാണ് 3 പാർട്ടായി പറയാ. ഇതിന്റെ പേര് റിമൈൻഡർ അല്ലെങ്കിൽ ഓക്കെ. സോ എനിക്ക് ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? 125. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ പോയിന്റ് വെച്ച് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം. സോ 6.25 ഈസ് ഡിവിഷൻ 0.5 എന്ന് വരുന്നുണ്ട് എന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും 125 ആണ് ആൻസർ വരിക. അതറിയാം. പക്ഷെ ഇങ്ങനെ ഡിവിഷൻ വരുന്ന സമയത്ത് ഈ പോയിന്റിന്റെ കേസ് എന്താവും ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നന്നായി ശ്രദ്ധിച്ചോളൂ. 0.5 പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 5 ഡിവൈഡഡ് ബൈ 10 എന്നുള്ളതാണ്. ഇത് മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. സോ 6.25നെ എങ്ങനെ എഴുതാം? 625 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഡിവിഷൻ 0.5നെ എങ്ങനെ എഴുതാം? 5 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ശരിയല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് മുന്നിൽ ഞാൻ ഈ ഫ്രാക്ഷൻ വെച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡിവിഷൻ ആണ് എങ്കിൽ എന്ത് ചെയ്യണം? 2 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഈ ഡിവിഷൻ ആണ്, ഡിവിഷന്റെ ശേഷം ഒരു ഭിന്നസംഖ്യ വന്നു എങ്കിൽ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് ഇതിനെ ഉൾട്ടയായിട്ട് എഴുതണം. ഉൾട്ടാന്ന് വെച്ചാൽ തലകീഴായിട്ട് എഴുതി കൊടുക്കുക. ഇവിടെ 10ല് ഒരു സൈഫർ, 100ല് ഒരു സൈഫർ, അത് ക്യാൻസലായി. ഇനി 625 ഡിവൈഡഡ് ബൈ 5 × 10 ഇങ്ങനെയല്ലേ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ 1 അല്ലേ വരിക. ഇത് ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ 625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ 125. ഇവിടെ 10 താഴെ ഉള്ളത്. അപ്പോൾ 0.1 ഒരു പോയിന്റ് ആണ് ഇവിടെ വരിക. മീൻസ് ഒരു റൈറ്റിൽ നിന്ന് മറ്റേ എന്താ പറയാ, ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരിക. മനസ്സിലായോ? ഇത് മനസ്സിലായില്ല. ആർക്ക്? അവന്തികയ്ക്കാണോ ദയക്കാണോ മനസ്സിലാവാത്തത്? ദയക്ക്. ഇപ്പൊ ആദ്യം നീ ചെയ്യേണ്ടത് 625 5 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നിനക്ക് ഇതേ ആൻസർ കിട്ടും. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യനിലോട്ട് വരിക. ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റാ വരുന്നത്? 2 ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മളിത് എങ്ങനെ എഴുതുക? 625 ബൈ 100 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ
5-ന് 0.5-ന് എങ്ങനെ എഴുതും? 5/10 എന്ന് എഴുതും. 10. ആ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് 625 ഇത് ഡിവിഷൻ ചെയ്യണം എന്നല്ലേ പറയുന്നത്, ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവിഷൻ ചെയ്യണം. സോ 625 ഡിവൈഡഡ് ബൈ 100 എങ്ങനെ ഡിവിഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇൻടു ഇട്ടിട്ട് ഇതിനെ തലകീഴായിട്ട് എഴുതണം. 10/5 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മേലെയും താഴെയും ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. മേലെ 10 ഉണ്ട്, ഇവിടെ ഒരു സൈഫർ പോയി. ഇനി നമ്മൾ ഇവിടെ 10 ഇവിടെ 100-ല് 10 എത്ര തവണയുണ്ട്? 10 തവണയല്ലേ ഉള്ളത്. അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 10 എന്ന് പറഞ്ഞിട്ട്. 100-ല് 10 എത്ര തവണയുണ്ട്? 10 തവണയുണ്ട്. ഇനി നമുക്ക് വരുന്ന ആൻസർ എങ്ങനെ ഉണ്ടാവും? 625 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 5. ഈ 625-ല് 5 എത്ര തവണ ഉണ്ടായിരുന്നു? 125 തവണ ഉണ്ട്. സോ 125/10 എന്ന് വന്നു. ഇനി ഇതിനെ എനിക്ക് ദശാംശ സംഖ്യയിൽ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതണ്ടത്? നോക്ക്, ഈ പോയിന്റ് ശേഷം 2 ഡിജിറ്റ് ഉള്ളത് കാരണല്ലേ നിങ്ങൾ 100 കൊണ്ട് താഴെ എഴുതിയത്. ഇവിടെ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് ഉള്ളത് കാരണല്ലേ ഒരു 10 മാത്രം എഴുതിയത് അല്ലേ? അപ്പോ ഇവിടെ താഴെ 10 ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ മേലെ എങ്ങനെ എഴുതേണ്ടത്? എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് ഡെസിമലില്? 12.5 എന്നാണ് എഴുതുന്നത്. നോക്കുക, 12.5-നെ ഭിന്നസംഖ്യയ്ക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെയല്ലേ എഴുതള്ളൂ. അതിനെ തിരിച്ചെഴുതുക, ദശാംശ സംഖ്യയായിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പർ, ഈ നമ്പർ താഴെ എത്ര ഡിജിറ്റ് ഉണ്ട്, 10-ന്റെ ശേഷം എത്ര 0 ഉണ്ടോ അത്രയും ഡിജിറ്റ് തള്ളിയിട്ട് നമ്മൾ പോയിന്റ് വെക്കണം. അത് കൗണ്ട് ചെയ്യേണ്ടത് വലത്തേ ഭാഗത്ത് നിന്ന് വേണം. ഇതാണ് വലത്തെ സൈഡ്, ഇതാണ് ഇടത് സൈഡ്. സോ വലത്തെ 5-ന്റെ അവിടെ നിന്ന് കൗണ്ട് ചെയ്ത് വരണം. അപ്പോൾ 10-ല് ഒരു സൈഫറാണ് ഉള്ളത്. അപ്പോൾ ഒരു ഡിജിറ്റ് തള്ളിയിട്ട് നമ്മൾ പോയിന്റ് വെക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. 25 ഡിവൈഡഡ് ബൈ 5 എന്തായിരിക്കും ആൻസർ? ഇരുപത്തഞ്ചിൽ 5 എത്ര തവണയുണ്ട്? 5 തവണയുണ്ട്. അപ്പൊ ആൻസർ 5 വന്നു. ഇനിയിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, 0.25 ഡിവിഷൻ 0.05 എന്ന് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ ഈ 0.25 എന്ന് വെച്ചാൽ 25/100 എഴുതി കൂടെ? ഡിവിഷൻ 0.05-ന് എങ്ങനെ എഴുതാം? 5/100 എന്ന് എഴുതി കൂടെ? ഇനി ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇതിനെയും നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ചെയ്യാ? 25/100 ഈ ഡിവിഷന് പകരം നമ്മൾ ഇൻടു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ തലകീഴായിട്ട് എഴുതണം. സോ 100/5 ആയിട്ട് എഴുതണം. ഇവിടെയും 100 ഉണ്ട്, ഇവിടെയും 100 ഉണ്ട്, ഗെറ്റ് ക്യാൻസൽ. അപ്പൊ 25/5 എന്നാണ് വരിക. 25/5 ഇതാണ് 25/5. അപ്പൊ എത്ര ആൻസർ വരും? 5. വെറും 5 ആൻസർ വരും. കിഷാൻ, അവന്തിക രണ്ടുപേർക്ക് മനസ്സിലായോ? 0.36 ഡിവൈഡഡ് ബൈ 0.04 എന്തായിരിക്കും ആൻസർ വരിക? പറയൂ. ആദ്യം പോയിന്റ് ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് ആൻസർ എഴുതി വെക്കുക. പിന്നെ ആ ഇതിന്റെ താഴെ എന്തൊക്കെ വരുമോ അതെടുത്ത് എഴുതുക. 9 വരും. ഓക്കെ, ഇനി പോയിന്റിന്റെ കാര്യത്തിൽ തീരുമാനിക്കൂ. ഈ 9 എങ്ങനെയാ? ആൻസർ 9 ആണോ വന്നത്? മൊത്തത്തിലെ ആൻസർ 9 ആണോ? ശരിയാണ്, 9 ആണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് വരുന്നത്, ഇവിടെയും പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് വരുന്നത് നോക്കുമ്പോൾ രണ്ടിലും സെയിം ആയിട്ടാണ് വരുന്നത്. ഇവിടെയും 0.36 ഇവിടെയും 0.304 അല്ലേ? 2 സ്ഥാനമാണ്. അപ്പൊ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ 36-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9 എന്ന് എഴുതിയാൽ കാര്യം കഴിഞ്ഞു. ഇതേപോലെ തന്നെ 0.12 ഡിവൈഡഡ് ബൈ 0.04 ഉണ്ടെന്ന് വെച്ചോളൂ. ഇവിടെയും പോയിന്റ് ശേഷം ഡബിൾ ഡിജിറ്റ് ആണ് വരുന്നത്,
ഇവിടെയും പോയിന്റൈസേഷൻ ഡബിൾ ഡിജിറ്റ് ആണ് വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യണം, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 3 ആൻസർ. ഇങ്ങനെ സിമ്പിളായി പഠിച്ചു പോവുക. ഓക്കെ, ഇല്ല ഇത് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ 36 0.36 എന്നുണ്ടല്ലേ, അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 36/100 എന്ന് എഴുതണം. ഡിവിഷൻ 0.04നെ 4/100 എന്നാണ് എഴുതേണ്ടത്. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 36/100 ഈ ഡിവിഷന് പകരം നമ്മൾ ഇൻറ്റു ആണ് എഴുതേണ്ടത്. ഈ 100/4 എന്നാണ് ഇനി എഴുതേണ്ടത്. ഉൾട്ടയായിട്ട് ഇതും ക്യാൻസലായി 36ലെ 4 9 ടൈംസ്. അതേപോലെ ഇത് 12/100 ഡിവിഷൻ 12/100 ഡിവിഷൻ 4/100. അപ്പം എത്ര വരും? 12/100 ഇൻറ്റു 100/4 എന്ന് വരും. ഇതും ക്യാൻസൽ ചെയ്തു. 12ൽ 4 3 തവണയുണ്ട്. ഇനി നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. 0.16 ഡിവൈഡഡ് ബൈ 0.02. ആൻസർ എന്തായിരിക്കും? 8. സൂപ്പർ കിഷാൻ. അവന്തിക പറയൂ. 0.32 ഡിവിഷൻ 0.16. ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ 0.64 ഡിവിഷൻ 0.08. 48. അവന്തിക എന്താ ആൻസർ പറഞ്ഞ? 48. നോ, എങ്ങനെയാ ചെയ്യേണ്ടത്? 32 ഡിവൈഡഡ് ബൈ 100 ഡിവിഷൻ 16 ഡിവൈഡഡ് ബൈ 100 വരും. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 16. ഇതും ക്യാൻസലായി. 32നെ 16 കൊണ്ട്. ദയയുടെ ആൻസർ ആണോ 8? അത് കറക്റ്റാണ്. ഇവിടെ 32ൽ 16 എത്ര തവണ ഉണ്ട്? 2 തവണ ഉണ്ട്. സോ ആൻസർ 2 ആണ്. അവന്തികയ്ക്ക് ഇതൊരു ക്വസ്റ്റ്യൻ കൂടി കൊടുക്കാം. 0.72 ഡിവിഷൻ 0.09. ഇത് അവന്തികയ്ക്ക്. ഇത് കിഷാന് കേട്ടോ. കിഷാന് വന്നിട്ട് ഇതാണ് കിഷാന്. ദായക്ക് വന്നിട്ട് ഇത്. കിഷാന്റെ ആൻസർ 9. സൂപ്പർ. അവന്തികയുടെ ആൻസർ ജസ്റ്റ് എന്ത് ചെയ്യണം? പോയിന്റിന് ശേഷം ഇവിടെ 2 ഡിജിറ്റ്, പോയിന്റിന് ശേഷം ഇവിടെ 2 ഡിജിറ്റ്. 8. ആർക്കാണ് 8 കിട്ടിയത്? ദയക്ക് 8 ആണോ കിട്ടുന്നത്? നന്നായി നോക്കൂ. ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ ദശാംശ സംഖ്യനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് കാരണം? ഇവിടെയും 2 ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ്. അപ്പോൾ നമുക്കത് 100 എന്ന് വരും, ക്യാൻസൽ ആയി പോകും. ജസ്റ്റ് നമ്മൾ 72നെ 8 കൊണ്ട് 9 വരും. ഇവിടെ എത്ര വന്നു അവന്തികയ്ക്ക്? ഇവിടെയും തന്നെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരുമോ അതാണ് ആൻസർ. എത്ര വന്നു അവന്തിക? 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. 8. കറക്റ്റ്. ഇത് മനസ്സിലായി. ഇപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? വെറുതെ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പോയിന്റ് ശേഷം ഇവിടെയും സെയിം, ഡിവിഷൻ വന്നിരിക്കണം, ഇവിടെയും സെയിം ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു സംഭവത്തിനെ മറക്കുക, പോയിന്റ് ഒക്കെ മറക്കുക. ജസ്റ്റ് 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എഴുതുക. ഇതേപോലെ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം? പോയിന്റ് ശേഷം 72 എന്നുണ്ട്, ഇവിടെ പോയിന്റ് ശേഷം 9 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പോയിന്റ് ശേഷം 2 ഉണ്ട്, ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പൊ എന്താ വരിക ആൻസർ? അപ്പോഴും 8 ആണ് വരിക, ഇവിടെ 8 തന്നെ വരും. പക്ഷെ പോയിന്റ് എന്താ ആവുക? പോയിന്റിന്റെ കാര്യം എന്താവുക?
നോക്കൂ, ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ് ആണ്, ഇവിടെ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റിന് ഒരു ഡിജിറ്റ് ക്യാൻസലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് വെച്ചാൽ മതിയാവും. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. 72 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുക. ഡിവിഷൻ 9 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് 72 ബൈ 100 ഇൻറ്റു 10 ബൈ 9 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ഇൻറ്റു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾട്ടയാണ് നമ്മൾ എഴുതുന്നത്. ഇനി 10 100-ൽ എത്ര തവണയുണ്ട്? 10 തവണയുണ്ട്. ഇനി 72 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 10. 72-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 8 ബൈ 10 എന്നാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0 അല്ലേ, അപ്പോൾ ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് നിർത്തിയിട്ടല്ലേ നമ്മൾ പോയിന്റ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇത് വരുന്നത്. ക്ലിയർ? മാം ഇതൊന്നും കൂടി പറയോ? 9/0 അവിടെ വേറെ ക്വസ്റ്റ്യൻ വെച്ച് പറയാം. 0.64 ഡിവിഷൻ 0.8 എന്ന് വരുന്നു വിചാരിച്ചോ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇനി നിന്റെ ആൻസർ എന്തായിരിക്കും? ജസ്റ്റ് 64-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറയൂ, എത്രയാണ് ആൻസർ വരിക? 64-ൽ എത്ര തവണ 8 ഉണ്ട്? 64-ൽ 8 എത്ര തവണയുണ്ട്? 8 ആണോ? 8 തവണയുണ്ട്. ക്ലിയർ? ഇനി ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2. ഇവിടെ എത്രയുണ്ട്? 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1-ന് 1 ക്യാൻസൽ ആയി, ഒരു ഡിജിറ്റിന് ഒരു ഡിജിറ്റ് ക്യാൻസൽ ആയി. ഇനി ബാക്കി എത്ര ഡിജിറ്റ് ഉണ്ടാവും? 1. അപ്പൊ ഒരു സ്ഥാനം തള്ളി പോയിന്റ് വെക്കുക. അത്ര തന്നെ. ഈ പോയിന്റ് വെച്ചതിന് ശേഷം ഇവിടെ ഗ്യാപ്പ് വിടാൻ പാടില്ല. അതിന് പകരം നമ്മൾ ഇവിടെ ഒരു 0-നെ ഒപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇല്ല നോർമൽ വഴിയിൽ തന്നെ ചെയ്യണമെങ്കിൽ 0.64-നെ എങ്ങനെ എഴുതാം? 64 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതിക്കൂടെ? ഡിവിഷൻ 0.8-നെ എങ്ങനെ എഴുതാം? 8/10 എന്ന് എഴുതിക്കൂടെ? ഇനി 64 ബൈ 100 ഈ ഡിവിഷന് പകരം എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. ഇത് തലകീഴായിട്ട് മാറും. 10/8. 10-ല് 10 വന്നിട്ട് 100-ൽ എത്ര തവണയുണ്ട്? 10-ല് 10 വന്നിട്ട് 100-ൽ എത്ര തവണയുണ്ട്? 10 തവണ. ഇനി 64-ൽ 8 എത്ര തവണയുണ്ട്? 8 തവണ. അപ്പൊ 8/10 എന്ന് വരും. 8/10-നെ എങ്ങനെയാ ദശാംശ സംഖ്യയായിട്ട് നീ മാറ്റി എഴുതുക? 8.10. നോ, 8 എഴുതി കൊടുക്കുക. എന്നിട്ട് 0 എത്ര 0 ഉണ്ട്? ഒരു 0 ഉള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റേ പാടുള്ളൂ. അതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ 3 പേർക്കും തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് 0.255. മാം 0.8 ഉണ്ടായിരുന്നില്ലേ നേരത്തെ ക്വസ്റ്റ്യനില്? ആണ്. അതുവരെ ചെയ്താലും മതിയോ? ഇതുവരെ ചെയ്താലാ? മതി. ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്, പോയിന്റ് ശേഷം 1 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ആൻസറിൽ ഈ ഒരു സ്ഥാനത്തിന് ഒരു പോയിന്റ് ശേഷം വന്ന സ്ഥാനം ക്യാൻസൽ ആയി. ഇങ്ങനെ ചെയ്താൽ 8 വരും, അങ്ങനെ ചെയ്താൽ 8 വരും. അപ്പൊ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. 64-ൽ 8 തവണയുണ്ട്. ഇനി പോയിന്റിന്റെ കേസ് മനസ്സിലാക്കുക. ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ജസ്റ്റ് മൈനസ് ചെയ്യുക. 1 വന്നില്ലേ, ഒരു സ്ഥാനം വെച്ചിട്ട് ചെയ്യുക. ഒരേ ഒരു സ്ഥാനം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് നോക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ എന്താ ചെയ്തത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്തത് ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റിന്റെ ശേഷം എത്രയുണ്ട്? ഒരു ഡിജിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 + 1 2 ഡിജിറ്റ് മാറി നിർത്തിയിട്ട് നമ്മൾ പോയിന്റ് വെച്ചു. ശരിയല്ലേ? ഇത് മൾട്ടിപ്ലിക്കേഷന്റെ സ്ഥലത്ത്. ഇത് നമ്മൾ ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ പോയിന്റ് ശേഷം വരുന്ന നമ്പേഴ്സിനെ മൈനസ് ചെയ്യണം. ഇവിടെയും പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, ഇവിടെയും പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. 2 - 2 എത്ര വരും? 0. അപ്പൊ 0 ഡിജിറ്റ്.
അപ്പം നമ്മൾ പോയിന്റ് വെക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇതാണ് ശരിക്കുള്ള കോൺസെപ്റ്റ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരുമോ? തരാം. ഇതിപ്പോ ചെയ്യൂ. 0.255 ഡിവിഷൻ 0.5, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഇതിത്തെ നമ്പറിലോട്ട് ഫോക്കസ് ചെയ്യണം. ഇവിടെ 255 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ 255നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വരുന്നു പറയൂ? 51. 51. ശരിക്കും 25നെ 5 കൊണ്ട് 5 തവണ 25 5 ഒരു തവണ 1 വരും. ഇവിടെ 0. അപ്പൊ എനിക്ക് കിട്ടിയത് 51. ഇനി നമ്മൾ പോയിന്റ് ആണ് വെക്കാൻ പോകുന്നത്. ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? അല്ല, പോയിന്റിന്റെ ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 3. ഇവിടെ എത്രയുണ്ട്? 1. അപ്പൊ 3 മൈനസ് 1 എത്രയാ വരിക? 2. അപ്പൊ 2 സ്ഥാനം തള്ളി നമ്മൾ പോയിന്റ് വെക്കണം. അത് വലതേ ഭാഗത്ത് നിന്ന് വേണം കൗണ്ട് ചെയ്യാൻ. 1 2. അപ്പൊ ഇവിടെ പോയിന്റ് വെക്കുക. ഓക്കെ, ഈസി അല്ലേ? ഇനി കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് കിഷാന് തരാം, അതേപോലെ അമ്പതിക്കും തരാം. ആദ്യത്തെ 125 ഡിവിഷൻ 5 ആണ്. ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇത് കിഷാൻ. അവന്തികയ്ക്ക് 68 ഡിവിഷൻ 0. ഇതിനെന്താ ആൻസർ പറയണം? ഡയക്ക് 34 ഡിവിഷൻ 0. 2 തന്നെ എന്നുണ്ട്. കിഷാൻ അത് ചെയ്തോളൂ. അവന്തിക രണ്ടാമത്തത്, മൂന്നാമത്തത് ദയ. 25 ആണോ? 25 ഒക്കെ വന്നു, പക്ഷെ ദശാംശ സംഖ്യയിൽ പറയണ്ടേ? അപ്പൊ എങ്ങനെ പറയാം? ഇങ്ങനെയാണോ വരിക? ഇവിടെ പോയിന്റ് ശേഷം 2 പറഞ്ഞോളൂ. ദയക്ക് എന്താ കിട്ടിയത്? 17. വെറും 17. ആൻസർ കറക്റ്റ് ആണ്. കിഷാൻ നോക്കൂ. കിഷാൻ, ഇവിടെ 2 സ്ഥാനമല്ലേ പോയിന്റ് ശേഷം ഉണ്ട്, ഇവിടെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. 2 മൈനസ് 1 1 വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മളുടെ ആൻസർ നമുക്ക് കിട്ടുന്നത് 25 ആണ്. അത് കറക്റ്റ് ആണ്. അപ്പോൾ ഒരു സ്ഥാനം തള്ളി പോയിന്റ് വെക്കണം. ഓക്കെ ആണോ കിഷാൻ? ഇനി കിഷാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇതിന് ആൻസർ എന്ത് വരും? ദയക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. അവന്തിക എന്താടാ ഒന്നും മിണ്ടാത്ത? അവന്തികക്ക് 35 കിട്ടിയത്? 34. വെറും 34 ആണോ? അങ്ങനെ വരില്ലല്ലോ. 0.34. ആർക്കാണ് 0.7 വന്നത്? കിഷാന. 0.7 വന്നോ? 49 ഡിവിഷൻ 2.9. ആർക്കത് 2.9 വന്നത്? 2.9. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഇവിടെ 7, ഇവിടെ 10 വരും. സോ 49 × 10/7
ഇതും ക്യാൻസൽ ചെയ്താൽ 7, 70 അല്ലേ വരേണ്ടത് ഇഷാൻ? മാം 2.9. 2.9 ദയയുടെ കറക്റ്റാണ് ആൻസർ. അവന്തികയ്ക്ക് എന്താ കിട്ടിയത്? 0.35. 0.34 ആണോ വരിക? ഇതിൽ ഒരു ഡൗട്ട് വരാൻ നിങ്ങൾക്ക് നല്ലപോലെ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വെച്ചാൽ പോയിന്റ് തന്നിട്ടുമില്ല, ഇവിടെ പോയിന്റ് തന്നിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് തെറ്റാണ്, ആൻസർ വന്നിട്ട് ഇവിടെ 70 ആണ് വരിക. സോ ഇതിങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ ഈ 68 ഉണ്ടല്ലേ, 68 ഡിവിഷൻ 0.2 എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെ എഴുതുക? 68 ഇൻ ഡിവിഷൻ 0.2നെ 2/10 എന്ന് എഴുതുണ്ടാവും, ശരിയല്ലേ? മാം 2ന്റെ 340 ആണോ നോക്കട്ടെ. സോ ഇവിടെ നമുക്ക് ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യും? 10/2 എന്നാണ് വരിക. ഇതും 68 2 നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ 34 ആണ്. കറക്റ്റ് ആണ് ദയ, സൂപ്പർ ദയ. 340 ആണ്. ഇനി ഒരു തവണയും കൂടി പറയാം. അവന്തികയ്ക്ക് മനസ്സിലായോ? അവന്തിക നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അവന്തിക, നീ എന്താ ഒന്നും മിണ്ടാത്ത? അവന്തികയുടെ അമ്മ എവിടെ? അടുത്തുണ്ടോ? കൊടുക്ക്. അമ്മ അവളെ എന്താ പറയാ, ഫോക്കസ് ചെയ്യുന്നുണ്ടോ? അല്ലെ ടയേർഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, ആൻസർ അറിയുന്നില്ല. അല്ല, എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, അതാ ഞാൻ ചോദിക്കാൻ കാരണം. ടയേർഡ് ആണോ ആള്? അതൊക്കെ ജലദോഷമുള്ളതുണ്ടാവും. അതെയോ, ഓക്കെ ഓക്കെ, ശരി. അല്ല, മനസ്സിലാവുന്നുണ്ടോ ചോദിച്ചാൽ ഒരു മറുപടിയും ഇല്ല. അവള് ക്ലിയർ ആണോന്ന് എനിക്ക് എന്താ നീ ഒന്നും പറയാത്ത? മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അവന്തിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അവന്തിക കേക്കണ്ട? അവന്തിക ഈ ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യൂ. 10 ഡിവൈഡഡ് ബൈ 5 എത്രയായിരിക്കും? 10 ഡിവൈഡഡ് ബൈ 5. അവന്തിക രണ്ട് വരും. ഇനി ഞാൻ പോയിന്റ് എങ്ങനെ വെച്ചു കൊടുക്കണം നന്നായി നോക്കിക്കോളൂ. 10 ഡിവൈഡഡ് ബൈ 0.5 എന്ന് ഞാൻ വെച്ചു കൊടുക്കുന്നു. ഇവിടെ 0.5 എന്ന് വെച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അപ്പോ ഇവിടെ ശ്രദ്ധിക്കൂ, 10 ആദ്യം എഴുതി കൊടുക്കുക, ഡിവിഷന് പകരം ഇൻറ്റു ഇട്ട് കൊടുക്കുക. ഈ 0.5നെ നമ്മൾ എങ്ങനെ പറയും? ഇല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എക്സ്ട്രാ ആയിട്ട് എഴുതാം. ഇവിടെ ഡിവിഷൻ ഇട്ട് കൊടുക്കുക. ഈ 0.5നെ എങ്ങനെ പറയും? 5/10 എന്ന് പറയില്ലേ? അല്ലേ? 5/10 എന്നല്ലേ പറയാം 0.5നെ. അവന്തിക ആൻസർ ചെയ്യൂ. മാം 20 ആണോ ആൻസർ? ആയിരിക്കാം, ഞാൻ പറയാം. അപ്പോ ഇവിടെ 5/10 എന്ന് വന്നു. അവന്തിക ക്ലിയർ ആണോ? ഇനി 5/10 എന്ന് വന്നു. എങ്ങനെ 5/10 വന്നത് പറയൂ? തിരിച്ചെഴുതിയിട്ടില്ല ഞാൻ. ഈ 0.5നെ ഭിന്നസംഖ്യയായിട്ട് മാറ്റുമ്പോൾ 5/10 എന്നാണ് എഴുതേണ്ടത്. ഇതെങ്ങനെ 5/10 വന്നു വെച്ചാൽ 5നെ 5 അങ്ങനെ എഴുതി പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും 0 നമ്മൾ താഴെ എഴുതി കൊടുക്കണം, 1ന്റെ ശേഷം.
ഇവിടെ പോയിന്റ് ശേഷം ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അത് കാരണം ഞാൻ ഒരു 0 ഇട്ട് കൊടുത്തു 1ന്റെ ശേഷം. ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ടെങ്കിൽ 2 0 ഇട്ട് കൊടുക്കുക, അത്ര തന്നെ. ഇനി എന്ത് ചെയ്യണം? 10 അങ്ങനെ തന്നെ എഴുതുക. ഡിവിഷന് പകരം ഇൻറ്റു ഇട്ട് കൊടുക്കുക. 5/10 നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കണം? ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ 10/5. 10ല് 5 2 തവണ ഉണ്ട്. ഇനി ആൻസർ 2 × 10 20. അങ്ങനെ ആൻസർ 20 ആണ് വരിക. കിഷാൻ ക്ലിയർ ആണോ? ദയ ക്ലിയർ ആണോ? ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ദയ, സൂപ്പർ. അപ്പൊ അവന്തിക നിനക്ക് മനസ്സിലായോ? പറയൂ അവന്തിക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ് ഇത്. ഇതിൽ വന്നിട്ട് നമുക്ക് അഡീഷൻ മാത്രമല്ല, ഇടയ്ക്കൂടെ നമുക്ക് മൈനസും വരുന്നുണ്ട്, ഇല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നിട്ടുള്ളത്? 2.75 മൈനസ് 1.25 പ്ലസ് 4.75 മൈനസ് 3.80 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യണം എന്ന് നോക്കുമ്പോൾ, പ്ലസ് ആയിട്ടില്ലേ, ഇവിടെ 2 എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്, മുന്നിൽ ഒന്നുമില്ലെങ്കിൽ ഇവിടെയും പ്ലസ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആയിട്ടില്ലേ, ആ നമ്പർക്ക് ഒരുമിച്ച് മൈനസ് എഴുതി വെക്കുക. സോ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ 2.75, ഇതിന് മുന്നിൽ ഒന്നുമില്ലെങ്കിൽ എന്താ അർത്ഥം? പ്ലസ് എന്നാണ് അർത്ഥം. അപ്പൊ പ്ലസിന്റെ അടുത്ത് എന്ത് വരണം? പ്ലസ് തന്നെ വരണം. സോ 4.75 എഴുതി കൊടുക്കുക. ഇനി മൈനസ് 1.25 മൈനസ് 3.80. നമ്മൾ ചെയ്യേണ്ട വിധം എങ്ങനെയാന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും ആഡ് ചെയ്യുക, ഇത് രണ്ടിനെയും ആഡ് ചെയ്യുക. ഇത് രണ്ട് പോസിറ്റീവ് അല്ലേ, പോസിറ്റീവിന് രണ്ടിനും ആഡ് ചെയ്യുക, നെഗറ്റീവിന് രണ്ടിനും ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കുക. സെയിം സൈൻ വരുന്നതിനെ ആഡ് ചെയ്ത് നന്നായി ശ്രദ്ധിച്ചോളൂ. സെയിം സൈൻ വരുന്നത്, സൈൻ വെച്ചാൽ പ്ലസ് മൈനസ് ഡിവിഷൻ ഇതൊക്കെയാണ് നമ്മൾ സൈൻ എന്ന് പറയുന്നത്. സോ സെയിം സൈൻ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസിനെ പ്ലസ് ചെയ്ത് തന്നെ കൊടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസിനെ മൈനസ് പ്ലസ് ചെയ്ത് തന്നെ കൊടുക്കുക. സെയിം സൈൻ വരുന്നതിനെ ആദ്യം ആഡ് ചെയ്തിട്ട് എന്ത് സൈനാണോ അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പ്ലസ് പ്ലസ്, അപ്പോൾ 4.75 പ്ലസ് 2.75 ആൻസർ വന്നിട്ട് 5 + 5 10, ഇവിടെ 1, 7 + 7 14 പ്ലസ് 1 15, ഇവിടെ 1 7 വരും. അപ്പം ഞാൻ 7.50 എന്ന് എഴുതി കൊടുത്തു. ഇനി 1.25നെയും 3.80നെയും പ്ലസ് ചെയ്യണം. അപ്പൊ 5.05 എന്നാണ് വരുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യണം? രണ്ടിനെയും ഞാൻ ആഡ് ചെയ്തു, എന്നിട്ട് മൈനസ് ആണ് ഇവിടെ മുന്നിലുള്ളത്. അപ്പൊ ആ മൈനസ് സൈൻ ഇവിടെ ഇട്ട് കൊടുക്കുക. 5.05. ഇനി ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതിയാവും. 7.50 മൈനസ് 5.05 മൈനസ് ചെയ്തിട്ട് ഏതാണ് ആൻസർ വരിക? പറയൂ. രണ്ടേ പോയിന്റ് 45 ആൻസർ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരുന്നത് 2.45. ഓക്കെ, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ നോക്കൂ, ഇതെങ്ങനെ തന്നിരിക്കുന്നത്? 2 9/20, 2 9/10, 9/10, 5 9/20 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏത് ഓപ്ഷനായിരിക്കാം എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരും, ശരിയല്ലേ? നമുക്ക് കിട്ടിയതോ 2.45 എന്നാണ്. പക്ഷെ ഓപ്ഷനിൽ നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണാനും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദശാംശ സംഖ്യനെ ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദശാംശ സംഖ്യ പറഞ്ഞാൽ 2.45, അതിനെ ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്താലാണ് അവിടെ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുക? സോ 2.45നെ നമ്മൾ ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 245/100 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ 100 എഴുതി കൊടുക്കണം. നോക്കൂ അവന്തിക, പോയിന്റ് ശേഷം 2 ഡിജിറ്റ് ആണ്, 1ന്റെ ശേഷം 2 0 ഇട്ട് കൊടുക്കണം. ഓക്കെ ആണോ? 3 പേർക്കും ക്ലിയർ അല്ലേ?
ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഇങ്ങനെയാണ്, ഈ 2 ഉണ്ടല്ലേ അത് അങ്ങനെ തന്നെ വെക്കുക. ഈ പോയിന്റ് ഉണ്ടല്ലേ, പോയിന്റ് 0.45 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 45/100 ഇങ്ങനെയല്ലേ വരുന്നത്. സോ ഈ 45 100നെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഏത് ടേബിളിൽ സെയിം കോമൺ ആയിട്ട് ഏത് ടേബിളിൽ വരും എന്ന് നോക്കുമ്പോൾ 45 5ന്റെ ടേബിളിൽ 9 തവണയുണ്ട്, 100ൽ വന്ന് 5 വന്നിട്ട് 20 തവണയുണ്ട്. അപ്പൊ 20 9/10 ആണ്, അല്ല 9/20 ആണ് ആൻസർ. ഓപ്ഷൻ 1 ആണ് ആൻസർ. അവന്തിക, കിഷാൻ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. മനസ്സിലായി. എന്താ മനസ്സിലായി? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 into 0.3 into എന്നാണ് കേട്ടോ. ഇത് ഈ സിമ്പിൾ എന്താ വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. സോ ക്വസ്റ്റ്യൻ 3 into 0.3 into 0.003 into 0 into 30. ശരി, ഞാൻ ചോദിക്കട്ടെ, ഏതൊരു നമ്പറിനെയും നമ്മൾ 0 കൊണ്ട് ഗുണിച്ചു എങ്കിൽ, ഗുണിക്കാന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു എങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അതേ സംഖ്യ. നോ, തീർച്ചയായിട്ടും വരില്ല. 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് അതേ സംഖ്യ വരിക. 0 കൊണ്ട് ചെയ്താൽ 0 ആണ് ആൻസർ വരിക. സോ ഇവിടെ നോക്കൂ, ഇത് നേരത്തെ ഇങ്ങനെ തന്നിട്ടുണ്ട്. 3 into 0.3 into 0.003 into 0 into 13 ഉണ്ട്. ഇവിടെ 0 ഉണ്ട്. ഇതൊക്കെ മൾട്ടിപ്പിൾ ചെയ്ത് വന്നിട്ട് നമ്മൾ വീണ്ടും 0നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ 0 തന്നെ വരുന്നു. സോ ഇതിന്റെ ഓപ്ഷൻ 4 ആണ്. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും പറയൂ? എന്തായിരിക്കും? അല്ലെങ്കിൽ പോട്ടെ, ഇങ്ങനെ ചോദിക്കും, എന്തായിരിക്കും? 25. കിട്ടും നിനക്ക്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഓക്കെ. ഇതിന് നിനക്ക് 25 കിട്ടും. ഇൻറ്റു 0 എത്ര വരും? എപ്പോഴും ഏതൊരു സമയത്തും ഒരു സംഖ്യനെ 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ 0 തന്നെ വരുന്നു. ഓക്കെ, എത്ര വലിയ സംഖ്യ ആയാലും നമുക്ക് പ്രശ്നമേ ഇല്ല. 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസർ എന്തെന്നെ വരും? 0 തന്നെ വരും. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ അവിടെ ഒരു 0 ഉണ്ട്. വെറും 0 ആയിരിക്കണം കേട്ടോ. 0.5 എന്നൊക്കെ വന്നാൽ ആൻസർ 0 ആവില്ല. ജസ്റ്റ് വെറും 0 ആയിട്ട് മാത്രം വരാൻ പാടുള്ളൂ. നന്നായി ശ്രദ്ധിച്ചോളൂ, വെറും 0 ആണ് വരേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഇൻടു 0 അങ്ങനെ വന്നാലാണ് ആ ഹോൾ നമ്പറും 0 ആവുള്ളൂ, അല്ലെങ്കിൽ ആവില്ല. ഇവിടെയൊക്കെ 0 ഉണ്ട് എന്ന് വിചാരിച്ചിട്ടിരിക്കല്ലേ, അതൊന്നും അല്ല. ഇവിടെ 0 വെറും 0 ആയിട്ട് വരണം. അതിന്റെ കൂടെ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്പറോ അങ്ങനെയൊന്നും വരണം. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 25 into 24 into 26 into 0 ആൻസർ എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന് എത്രയായിരിക്കും? 0. എത്ര വലിയ നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ 0. ഇനി അടുത്തത് ഡിവിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. എങ്ങനെ തന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 23,200നെ 145 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 160 കിട്ടുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുക, ഇത് പോയിന്റിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? 23.2 ഡിവൈഡഡ് ബൈ 1.45 എന്നുണ്ട്. അപ്പൊ
നമ്മുടെ ആൻസർ എന്താവണം എന്നാണ് ചോദ്യം. ജസ്റ്റ് ചെയ്ത് നോക്കൂ. 23.2 ഉണ്ടല്ലേ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 232 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ഡിവിഷൻ 1.45 എങ്ങനെ എഴുതാം? 145 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? 232 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 145. ഒരു സൈഫറിന് ഒരു സൈഫർ പോയി കഴിഞ്ഞു. ഇനി നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈ 232നെ 145 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർ എത്ര വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 160 വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു ഈ 10. അപ്പൊ ആൻസർ 1600. ഇത് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ മേലത്തെ നമ്പർ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റേ ഉള്ളൂ, താഴത്തെ വന്ന് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് 1 മൈനസ് 2 എന്നാണ് വരിക. അപ്പൊ -1 എന്നാ വരിക. -1 വരുമ്പോൾ മൈനസ് മുന്നിൽ വലിയ നമ്പറിന്ന് ചെറിയ നമ്പറിനെ മൈനസ് ചെയ്ത് വലിയ നമ്പറിന്റെ സൈൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ -1. ഇങ്ങനെ -1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണോ ആൻസർ തന്നിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് 1600 വരുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. 10 താഴെ ഉണ്ട്, താഴെ 0 1 എന്നാണ് ഉള്ളത്. നേരെ വന്ന് പോയിന്റ് വെച്ച് ഒരു സംഖ്യ പോലും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ 0 എന്ന് മനസ്സിൽ കരുതാം. പോയിന്റ് ശേഷം ഒരു സംഖ്യ പോലും വന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. ഇവിടെയോ പോയിന്റ് ശേഷം ഒരു സംഖ്യ വന്നിട്ടുണ്ട്, അപ്പൊ -1. അപ്പൊ ഇതിൽ ഏതാ വലിയ നമ്പർ? 0 ആണോ 1 ആണോ? 1 ആണ്. അപ്പൊ 1 -1 കഴിഞ്ഞാൽ -1 തന്നെ വരും. അപ്പൊ -1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് എന്ത് ആൻസർ കിട്ടും? 10 ഡിവൈഡഡ് ബൈ 1 എന്ത് വരും? 10 തന്നെ വരും. ഈ -1 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 0 ആണ് ഇവിടെ ചേർക്കുന്നത്. ഇത് ഒരു മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് 10 ഡിവിഷൻ 0.1. ഇതിങ്ങനെയല്ലേ പറയാം? 10 ഡിവിഷൻ 0.1 എന്ന് പറഞ്ഞാൽ 1/10. 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 തന്നെ വരും. 10 × 10. ഫൈൻഡ് ദ സം ഓഫ്. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതാണ് നമ്മൾ ചെയ്തത്. 7.7 പ്ലസ് 7.77 പ്ലസ് 7.77 നമ്മൾ ചെയ്തതായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡെസിമൽ ഇസ്. നമുക്ക് പ്രോഡക്റ്റ് പറഞ്ഞാൽ എന്താ മൈൻഡിൽ വരേണ്ടത്? നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് പറഞ്ഞാൽ എന്താ? HCF LCM നമ്മൾ പഠിച്ചു. പ്രോഡക്റ്റ് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ എന്നതാണ് അർത്ഥം. അപ്പോ ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡെസിമൽ. ഡെസിമൽ എന്തൊക്കെയാണ് നമ്പർ എന്നൊന്നും നമുക്ക് അറിയില്ല. ഇവിടെ AB എന്ന് കൊടുക്കാം. അത് വന്നിട്ട് 20.7326 എന്ന് പറഞ്ഞു. അതിൽ ഒരു ഡെസിമൽ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന് പകരം 4.13 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതർ ഡെസിമൽ B അല്ലേ? B എന്തെന്ന് നമ്മൾ കണ്ടെത്തണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ള ഈ 2 നമ്പറും ഇവിടെ B മാത്രം വെക്കുക. ഈ മൾട്ടിപ്ലിക്കേഷനിലുള്ള ഈ നമ്പർ ഈക്വൽ ടുന്റെ ആ സൈഡ് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. ഒരു മിനിറ്റ് കേട്ടോ, ഞാനിപ്പോ വരാം. ഉണ്ണിക്കുട്ടിയെ The product of 2 decimal
സോറി ട്ടാ. ഓക്കെ, ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡെസിമൽ ഇതാണെന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിത് എങ്ങനെ ചെയ്യണം എന്ന് നോക്കുമ്പോൾ ഇതിനെ നമ്പർ ആക്കി എടുക്കുക. 2.07326 ഡിവൈഡഡ് ബൈ 413. ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയോ? 2,7326 ഡിവൈഡഡ് ബൈ 413. ഇതൊന്ന് ഡിവൈഡ് ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ. കിട്ടുന്നില്ല. 413 നോക്കൂ. ആദ്യം ഇവിടെ 3 ഡിജിറ്റ് ആണ് ഉള്ളത്. ഇവിടെ 3 ഡിജിറ്റ് എടുത്ത് നോക്കി. ഇത് 207 ആണ്, ഇത് 413 ആണ് അല്ലേ? 207-നേക്കാളും 413 അല്ലേ വലുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതില്ല അല്ലേ? അപ്പോൾ അടുത്ത ഡിജിറ്റും കൂടി ചേർത്തി എടുക്കണം. 2073. ഈ 2073-ൽ 413 എത്ര തവണ ഉണ്ട് നോക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 413-നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ എത്ര വരും? 6 തവണ വരും. പിന്നെ 6 2 8 800. ഇപ്പം ഞാൻ ജസ്റ്റ് ടേബിൾ എഴുതി എടുക്കണം. 413 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 413. 413 ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 826. 413 ഇൻറ്റു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? 413 ഇൻറ്റു 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? 12 1 5 ഇത്ര വരും. ഇനി 413 ഇൻറ്റു 5 എന്ന് വെച്ച് കഴിഞ്ഞാലോ 15 1 6 265 വരും. നമ്മൾ എത്ര എത്തി നോക്കൂ? 413 ഇൻറ്റു 6 ചെയ്താലോ 18 1 7 24 ഇത്ര വരും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 2073 ഉള്ളൂ. അപ്പോൾ ഇതെടുക്കാം. സോ 5 തവണ 2065 വരും. മൈനസ് ചെയ്താൽ ഇവിടെ 8. ഇനി ഇതിനെ താഴെ ഇറക്കണം. ഈ 2 സംഖ്യനെ നമ്മൾ താഴെ ഇറക്കണം. അപ്പോൾ ഒരു സംഖ്യനെ മാത്രമേ ഇറക്കണു ഞാൻ ആദ്യം. അങ്ങനെ ഒരു സംഖ്യനെ മാത്രം ഇറക്കുമ്പോൾ 82 വരുന്നുള്ളൂ. 82-ൽ 413 വരില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് വെക്കണം. ഇവിടെ ഒരു പോയിന്റ് വെക്കണം. എന്നിട്ട് വീണ്ടും സീറോ ചേർത്ത. ഒരു മിനിറ്റ്. അല്ല, 0 അല്ല, ഇവിടെ 5 എഴുതിയല്ലോ. അപ്പോൾ നമ്മൾ 82-ൽ ഇല്ല എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ 82-ൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നമ്മൾ സംഖ്യ ഇറക്കുന്നുണ്ടാവും അല്ലേ? അടുത്ത സംഖ്യ ഇറക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്ത സംഖ്യ ഇറക്കുമ്പോൾ നമ്മൾ ഇവിടെ 82-ൽ ഇല്ല. അടുത്ത സംഖ്യ ഇറക്കണതിന് മുന്നിൽ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 6, വീണ്ടും 6 ഇടും. 826. 826 എന്ന് പറയുന്നത് എത്ര തവണ വരും? 413 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 820. 2 ഇവിടെ ഇട്ട് കൊടുക്കുക. 826 മൈനസ് ചെയ്യുക 0. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ വന്നത്? 502 ആണ്. 2. ഇനി സൂപ്പർ. സോ ഇവിടെ പോയിന്റ് ശേഷം 4 ഡിജിറ്റ്, ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. അപ്പോൾ 4 മൈനസ് 2 2 ആണ് വരിക. അപ്പോൾ പോയിന്റ് ശേഷം 2 ഡിജിറ്റേ പാടുള്ളൂ. സോ ഓപ്ഷൻ 4. ഓക്കെ ആണോ? മനസ്സിലായോ? എളുപ്പമല്ലേ ക്വസ്റ്റ്യൻസ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ കുറച്ച് പഠിച്ചു വെക്കണം. ഡിവിഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പഠിച്ചു വെച്ചാലാണ് കുറച്ചുകൂടി എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാനൊക്കെ അറിയാം എങ്കിൽ നമുക്കിത് എളുപ്പമാവും. ഡിവിഷൻ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ ടഫായിരിക്കും. പ്രോഡക്റ്റ് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സം പറഞ്ഞാൽ എന്താ അർത്ഥം? ആഡ്. സബ്ട്രാക്ട് പറഞ്ഞാൽ മൈനസ്. ഡിവിഷൻ പറഞ്ഞാൽ ഹരിക്കുക. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി കേട്ടോ. സോ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ്
ഇതിന്നാണ് ഞാൻ ടെസ്റ്റ് തരിക. ആ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പോയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 7.7+ അത്. പിന്നെ പോയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും പിന്നെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും എല്ലാം ചേർത്തിട്ട് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്നുണ്ടാവും. സോ നാളെ വൈകുന്നേരം ടെസ്റ്റ് തരാം, നാളത്തെയും കൂടി ചേർത്തിട്ട് നാളെ വൈകുന്നേരം ടെസ്റ്റ് തരാം കേട്ടോ. മിസ്റ്റർ ഓക്കെ, ബൈ.